എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് പൂവൊക്കെ പറിച്ച് ഇന്നൊരു പൂക്കളം ഉണ്ടാക്കാം. എല്ലാ ദിവസമൊന്നും പൂക്കളിടാൻ പറ്റാറില്ല. അപ്പോൾ നമുക്ക് കുറച്ച് പൂക്കൾ പറിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട്. നമുക്ക് അത്യാവശ്യം വാടാമുല്ലയും ബന്ദിപ്പൂ ഒക്കെ ഇത്തവണ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പൂവ് ഞാൻ പുറത്തുനിന്ന് മേടിക്കും, ബൊക്കയൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് പൂവ് ഇടാറില്ല. പക്ഷെ ഈ വർഷം ഇതൊക്കെ ഒരുപാടുണ്ട്. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ചെറിയ ചിറ്റയുണ്ട്, കുഞ്ഞീറ്റ, പിന്നെ അയൽവക്കത്തുള്ള മിനിച്ചേച്ചി, ഞങ്ങളൊക്കെ കൂടെ ഇതുപോലെ കാട്ടിലും ഒക്കെ കയറി പാലപ്പൂവ്, പിന്നെ കൊങ്ങിണിപ്പൂവ് അതൊക്കെ പറിക്കുമായിരുന്നു. എൻ്റെ അനിയനും. സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ നമ്മളൊരു സെറ്റായിട്ട് മലയിലും കാടിലും അയൽവക്കത്തും ഒക്കെ പോയിട്ട് പൂ പറിക്കലാണ് പിന്നെ പണി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഓണം വെക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ തന്നെ എക്സാംസ് ഒക്കെ കഴിയും. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ടാണ് എക്സാംസ് എന്ന് തോന്നുന്നു. എൻ്റെ മോനൊക്കെ ഇന്ന് സ്കൂളുണ്ട്, അതുകൊണ്ട് അവർക്ക് രാവിലെ സ്കൂളിൽ പോകണം. അവനൊന്നും പൂവിടാനുള്ള സമയം കിട്ടിയില്ല. ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് കാക്കപ്പൂ എന്നൊക്കെ പറഞ്ഞ് പാടത്തുനിന്ന് ഞങ്ങളൊരു പൂ പറിക്കാറുണ്ട്, അതുപോലെയുണ്ട് അത്. പിന്നെ ഈ നെല്ല് നടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊരു അരിപ്പൂവെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ ഒരു അരി പോലെ ഇരിക്കും. അപ്പം എൻ്റെ മുത്തശ്ശൻ അത് ഇടാൻ സമ്മതിക്കില്ല, നെല്ലുള്ളയിടത്ത് അരിപ്പൂ ഇടരുതെന്ന് പറഞ്ഞിട്ട്. പൂക്കളെല്ലാം നമ്മൾ പറിച്ചെടുത്തു. ഇനി നമുക്ക് പൂക്കളിടാൻ തുടങ്ങാം. നമ്മുടെ പൂക്കൾ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.